BH ചിദംബരനാഥ് എനിക്ക് അദ്ദേഹത്തിനോട് വലിയൊരു കടപ്പാട് വേറൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ സാപ്പ എന്ന് പറഞ്ഞല്ലോ, അത് പറഞ്ഞു തന്ന അദ്ദേഹമാണ് ലൈഫിൽ ആദ്യമായിട്ട്. ഞാനന്ന് കൊച്ചുകുട്ടി 20 വയസ്സ് 21 വയസ്സ്, ഞാൻ ചെന്നൈയിൽ ചെന്നന്ന്. അപ്പം ഞാൻ ഈ വെസ്റ്റേൺ വയലിനൊക്കെ വായിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം വളരെ രസികനാണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോട് സംസാരിക്കും. അന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണെന്ന് പോലും എനിക്കറിയില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ആദ്യ ഗുരു. എന്നെ വീട്ടിൽ ഗുരുകുലം സമ്പ്രദായ പ്രകാരം എന്നെ മുണ്ടിടിപ്പിച്ച്, ഞാൻ മുണ്ടൊന്നും എടുക്കാത്ത ആളാണ്. അന്ന് മുണ്ട് എടുക്കണം നിർബന്ധിച്ചു. അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കൾ പറിപ്പിച്ച് ഒരു പാത്രത്തിൽ മുകളിലേക്ക് കൊണ്ടുപോകണം. അതൊക്കെയാണ് അതിൻ്റെ ചടങ്ങുകളാണ്, മര്യാദകൾ. അത് ചെയ്തു. ചമ്രം പണഞ്ഞ് ഇരുന്ന് നെറ്റിയിൽ അന്ന് രാജാമണിയൊക്കെ ഈ മ്യൂസിക് ഫീൽഡിലേക്ക് വന്നിട്ടില്ല. രാജാമണിയുടെ അച്ഛൻ്റെ കാര്യം പറയുന്നത് കേട്ടോ, മ്യൂസിക് ഡയറക്ടർ രാജാമണിയുടെ. അങ്ങനെ നല്ലൊരു സ്നേഹബന്ധവും നല്ല മനസ്സിൻ്റെ ഉടമയാണ്. എത്ര പാട്ടുകൾ അദ്ദേഹം ഉണ്ടാക്കിയത് മുഴുവൻ ഹിറ്റാണ്. എന്നിട്ടും ഞാനും ജോൺസൺ എപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ഇദ്ദേഹം പിന്നെ പടം ചെയ്യുക? അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം ക്ലാസിക്കലായിട്ട് വയലിനൊക്കെ വായിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്.